നീ സൈറ്റിലേക്കല്ലേ കയറ്. വേണ്ട സേച്ചാ, ഞാൻ ഇന്നല്ലേ മൊത്തം ഇരിപ്പായിരുന്നു. നല്ലൊരു നടപ്പ് കിട്ടിയിട്ടില്ല. എന്നാ പിന്നെ ഉണ്ടല്ലോ ആ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള ദേവൻസ് കാറ്ററിംഗ് ചോദിച്ചാൽ മതി. പെട്ടെന്ന് വേണം, നല്ല നടപ്പുണ്ട്. നിങ്ങളെ ബൈക്ക് അങ്ങോട്ട് വെച്ചു, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് നടന്നു പോകും. കൂടെ നീ ഒറ്റക്ക് അങ്ങോട്ട് ഉണ്ടാവും. ബൈക്കൊക്കെ ചേട്ടാ നമസ്കാരം. അയ്യോ സോമ, ഇന്ന് ചില്ലറക്കായിട്ടില്ല. അതിന് ചില്ലറ ആര് ചോദിച്ചു? കൊള്ളാലോ. ചില്ലറക്കാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരും. വിഷം തളിച്ച പച്ചക്കറിയാണെന്ന് പറഞ്ഞേ ഒരു സാധനം ഇവിടുന്ന് വാങ്ങിക്കത്തില്ല. വെറും പാഴ്. വിഷമടിച്ച പച്ചക്കറിയാണോ പൊന്നപ്പ? പിന്നെ അയ്യോ, അതൊക്കെ വെറുതെ ചുമ്മാ അന്ധവിശ്വാസമാ. ഇവിടെ കേരളത്തിൽ അങ്ങനെ നടക്കില്ല. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. ആ മലി ഒരു ചട്ടി കൂടി. മലി നിനക്ക് 2 ചട്ടി തല വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ഒരു ചട്ടി കൊണ്ടുപോവാ. വേണ്ട, ചുമക്കത്രക്കാ പോരാ, സാധകം ചെയ്യണം. സോമൻ വരുന്നുണ്ട്, വലിക്കണ കാണണ്ട. സോമനല്ലേ, പെട്രോൾ പമ്പൊന്നും അല്ലല്ലോ. ആ, താൻ അനുഭവിച്ചോ. ബീഡിയാ ജൈവം. ജൈവത്തെണ്ടി. കാലത്തെഴുന്നേറ്റൊരു ബീഡി കൃത്യമായി അങ്ങ് പുകച്ചിടുന്നു. ഏതൊരു ചങ്ങാതി ഗ്രഹത്തിങ്കൽ വന്നാലും ആദ്യത്തെ സൽക്കാരം ബീഡിയാണ്. ബീഡി വലിക്കാത്ത മൂഢന്മാർ ഒന്നിനും താടിയില്ലെന്നു ചിലർ പറയും. കാതിലൊരു മുറി ബീഡി ചേട്ടാ, ഇന്നലെ കാവാലമ്പള്ളിയിലെ കല്യാണത്തിന് ചേട്ടന്റെ ബിരിയാണി ആണെന്ന് കേട്ടല്ല? അതെ, നമ്മുടെ കാറ്ററിംഗ് ആയിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നല്ലേ? സജിയെ, നീ എന്നതാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലേ അതല്ല ഇത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ജാനകി ഉണ്ടാക്കിയ സ്പെഷ്യൽ കലക്കൻ ബിരിയാണി ആണോ? എന്നാ ഒരു മുട്ട പീസും കൂടി കൊടുക്കണ്ട. അല്ലേ കൊടു, കുറ്റം പറയാനുള്ളതല്ലേ. ആവശ്യമുള്ള കഴിച്ചാൽ പോരാ സഹിച്ചേട്ടാ, വെറുതെ തന്നെ കൊളസ്ട്രോൾ കൂട്ടുന്ന. നീ ഇവിടെ ഉണ്ടായിരുന്ന? ഇയാള് കഴിക്കുന്നില്ലേ? ഓ ചേച്ചിയൊന്നും വിചാരിക്കല്ലേ, ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. എനിക്കുള്ള ഭക്ഷണം ഞാൻ കയ്യിൽ കരുതാറാ പതിവ്. മോനെ, ഇത് നമ്മുടെ സ്വന്തം കാറ്ററിംഗിലെ ഫുഡാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അയ്യോ വേണ്ട ചേട്ടാ. സോമനെ നിർബന്ധിക്കണ്ട, ഇവൻ ജൈവനാ. കൊള്ളാം കൊള്ളാം. ഞങ്ങളെ കിട്ടണം കേട്ടോ, എന്നെ കിട്ടണം. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇവന്മാര് കാലത്ത് തന്നെ തുടങ്ങിയല്ലോ മാരണങ്ങള്. ഇവന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇവിടെ കിടന്ന് വട്ടം കറങ്ങാതെ എല്ലാരും സ്കൂളിൽ പോകാൻ നോക്കടാ. അയ്യോ, ഇതിന്റെ ഒരു തൈ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്ന ആന്റി. ആന്റിയോ? ചുമ്മാ ഫീലാക്കാതടാ, അമ്മച്ചിക്ക് ദേഷ്യം വരും. അമ്മച്ചി നിന്റെയൊക്കെ നല്ല കവള മടൽ വെട്ടി ചന്തിക്ക് നല്ല അടിയാണ് കൊടുക്കേണ്ടത്. ആ പ്രിൻസിപ്പാളിനെ ഞാനൊന്ന് കാണട്ടെ. ഒരൊറ്റ എണ്ണത്തിന് ഇനി ഇവിടെ കണ്ടുപോകരുത്. എന്താ കാര്യം? അതൊരു കുണ്ടി പ്രശ്നം. അല്ല, കുറച്ചു കാലം മുമ്പ് സേവന വാരത്തിന് അവിടെ ഉണ്ടായിരുന്ന കാടൊക്കെ വെട്ടിത്തെളിച്ചു. അന്ന് മുതല് ആ കുണ്ടി വരെ നമുക്കൊരു തലവേദനയാ. എന്നാ പിന്നെ അതങ്ങ് വെട്ടിക്കളഞ്ഞൂടെ? നല്ല കാര്യമായി. അല്ല, നിങ്ങളുടെ സാറ് കൃത്യസമയത്ത് തന്നെ എത്തുവോ? ആ കാര്യത്തിലൊക്കെ അങ്ങ് കടിച്ചുവാ. ലീവ് അല്ലെങ്കിൽ കൃത്യം 10 മണിക്ക് തന്നെ ഇവിടെ ഉണ്ടാവും. പുറത്ത് ഇത്രയും കാടില്ലല്ലോ. ഓ അതോ, അത് നമ്മുടെ സാറ് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചെടിയാ. ഓക്സിജൻ ചെടിയെന്നോ മറ്റോ ആണ് പറഞ്ഞത്. ഇടയ്ക്ക് അതിന്റെ ഇലയൊക്കെ പറിച്ച് തിന്നത് കാണാം. ഒന്ന് മാറിക്കോ പ്ലീസ്. അതെ ചേട്ടാ, ഞങ്ങളാണ് ആദ്യം വന്നത്. പുറകെ നിൽക്ക്. മോളെ മാറിക്ക്, സാറൊന്ന് കയറിക്കോട്ടെ. സോറി സർ, ആളറിയാതെ. വരൂ. സോറി സർ, ആളറിയാതെ പറ്റിയതാ. കുഴപ്പമില്ല, PSC അറസ്റ്റ് ചെയ്യാനല്ലേ? അതെ. ഒറിജിനൽ ഏതാ? എവിടെ എവിടെ? ഈ പുള്ളി റിട്ടേണാണോ? ഇല്ല, എന്ത് പറ്റി? അല്ല, ഇതുപോലൊരു പുള്ളി വീട്ടിൽ വർക്ക് പണിക്ക് വന്നിട്ടുണ്ട്. അതീ പഹൻ തന്നെയാണ് മോളെ. ഇപ്പോഴത്തെ പിള്ളേര് കാശും കൊടുത്ത് ജിമ്മിൽ പോകും. എന്തിനാ? മസിൽ ഉരുട്ടാൻ.
എന്നാ നമ്മുടെ സോമൻ സാറ് പഴയ വാർക്ക കമ്പനിക്കാർ വിളിക്കുമ്പോഴേ ജിമ്മി പോണ പോലെ അങ്ങ് പോവും. അതിനങ്ങനെ കാശൊന്നും വാങ്ങിക്കുന്നില്ലെന്നാ ഞാൻ കേട്ടത്. ഇതാണ് ജൂനിയർ ജൈവൻ, സാറിന്റെ ശിഷ്യനാ. ചമ്രം പഠിച്ചിരുന്നേ വെള്ളം കുടിക്കൂ. ഞാനിത് പണ്ടേ പറയുന്ന വെട്ടിക്കളയാനായിട്ട്. മരമല്ലേ? പോലെ ഇങ്ങനെ ഉന്തി നിൽക്കുന്നതോ? വനിതാ പ്രവർത്തകരുണ്ടോ? ഇത് കണ്ടിട്ട് പ്രസിഡന്റ് എന്ത് തോന്നുന്നു? ഓ, എന്തൊരു ഫിനിഷിംഗ് അല്ലേ കുണ്ടിമരം. അല്ല, ഈ പ്രകൃതിയുടെ ഒരു വികൃതി എന്നല്ലാതെ എന്നാ പറയാനല്ലേ. ഈ കുണ്ടിമുഴ രണ്ടെണ്ണോ കണ്ടിച്ചു കളയണം സാറേ. അതുപോലെ കീടാശിൽ കലക്കി വെച്ച് അതങ്ങ് പൊക്കോളും. സോമൻ ചേട്ടാ, ഇതേ മരം നശിപ്പിക്കാൻ അവരുടെ പരിപാടി. നീ മാറിക്കേ. അഭിപ്രായം ആലോചിച്ച് വേണമെങ്കിൽ നമുക്ക് ചെത്തിക്കളയാം ഈ ഭാഗം, അല്ലേ? പൊതുവായിട്ട് പറഞ്ഞാല് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഇതങ്ങ് ചെത്തിക്കളയണമെന്നാണല്ലേ? ചെത്തിക്കളയാൻ ചിലപ്പോ പിന്നെ മുഴ വരും. പിന്നെന്തോ ചെയ്യും? അപ്പൊ മൊത്തത്തിൽ വെട്ടാനായിരിക്കും അല്ലേ? അല്ലേ സോമൻ പറഞ്ഞല്ലേ, എന്നാ പിന്നെ മൊത്തത്തിലൊക്കെ വെട്ടിയേക്കാം. കറക്റ്റ്. സാർ, ആരെന്ത് പറഞ്ഞാലും മതി മതി എന്ന് പറയാണ്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കും നിങ്ങള്. എന്റെ പൊന്നു പരിസ്ഥിതിസോമ, ഒരു കല്യാണം കഴിച്ചാലേ തനിക്ക് പെണ്ണുങ്ങളുടെ ഫീലിംഗ്സ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ. ഈ മരത്തിന് പ്രശ്നം വന്നാലേ അതിന് പാവാട അടിക്കാൻ വകുപ്പൊന്നുമില്ല. അശ്ലീലം കണ്ട അപ്പ കെട്ടിയാണ്. പിള്ളേരും പെണ്ണുങ്ങളൊക്കെ വരുന്ന ഓഫീസാ. ഈ എ സർട്ടിഫിക്കറ്റ് മരം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, വെട്ടിക്കളണം. അപ്പൊ പിന്നെ പുറത്തു കൊടുക്കണ്ട, മൊത്തത്തിൽ ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. എന്തേ? ആണോ? എങ്കിൽ കാണാം നമുക്ക്. കാണാതെ. ഇന്നത്തെ ഇടംകണ്ണിൽ വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഫീസ് വളപ്പിലെ വടവൃക്ഷത്തിൽ അശ്ലീലം കണ്ട് അത് വെട്ടുവാൻ ഒരുങ്ങിയവർക്കെതിരായി ആ മരത്തിന്റെ മുകളിൽ തന്നെ ഏറുമാടം കെട്ടി വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലാണ് ശരിയാണല്ലോ. സർക്കാർ ജോലി ഉണ്ടായിട്ടാണ് വാർക്കപ്പണിക്ക് വന്നത്. കാശിനോട് ഇത്ര ആക്രാന്തം പാടില്ല. ഹലോ, ന്യൂസ് ഉണ്ടോടി? അങ്ങേരാ മരത്തിന് മണ്ട കയറി ഇരിപ്പ് തുടങ്ങി. കണ്ടോണ്ടിരിക്കുവാ. ഭ്രാന്തനല്ലേ? ചേച്ചി, അവൻ ഇപ്പോഴെങ്ങാനും കേറി വരുമോ? ഏയ്, നീ പേടിക്കാതെ ഉണ്ടാക്കിക്കോടി. ഇന്നിനി പ്രതീക്ഷിക്കണ്ട, ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ആൾക്കൂട്ടം കണ്ട അവന് പ്രാന്ത. എങ്കിലേ നീ ഒരു പ്ലേറ്റും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വാടി. മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ലാൻഡ് ഫോൺ മരത്തിന്റെ മുകളിലേക്ക് എടുത്ത് ഓഫീസ് ജോലികൾക്ക് ഒരു തടസ്സവും വരാത്ത രീതിയിൽ മാതൃകാപരമായാണ് ഈ കൃഷി ഓഫീസറുടെ ഉപവാസ സമരം. ഈ മരം ഇവിടുന്ന് മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റിന് വിട്ടുകൊടുക്കണം. കാരണം ഈ വൃക്ഷം ഇപ്പോൾ ഒരു പരിണാമത്തിന്റെ പാതയിലാണ്. ഇന്ന് അതിനൊരു ചന്തി വന്നു. ഇനി നാളെ കണ്ണും മൂക്കും എല്ലാം വന്ന് ഇതൊരു ജീവിയായി പരിണാമം പ്രാപിക്കില്ലെന്ന് ആര് കണ്ട്? അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായതല്ലേ? ആണോ? അല്ലേ? ആശാന് പറ്റിയ ശിഷ്യൻ. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. എന്നാ സാറേ? അതാ കൃഷി ഓഫീസർ, അങ്ങോട്ട് ഹലോ കൃഷി ഓഫീസ്. എന്നാ സാറേ? ഇവിടെ കിടങ്ങരയിലെ പാടശേഖരത്തിന്റെ ഫയൽ എന്തായി? ഇപ്പൊ റെഡിയാക്കാൻ സാറേ. രാജമ്മേ, ആ മഞ്ഞൾ വെള്ളം മാറ്റി കൊടുത്ത്. കൊള്ളാലോ. ഹലോ കൃഷി ഓഫീസ്. സാർ, ഞാൻ PR റിഞ്ചു. പറഞ്ഞു പറയൂ. ഞാൻ ഇവിടത്തിലുണ്ട്. കാണുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ, ഞാൻ ബിടെക് തോറ്റു. 48 സപ്ലൈ. അച്ഛന് മുമ്പിലെങ്കിലും ജയിച്ച് കാണിക്കണം. അതിന് 3 മാസം കൊണ്ട് വിളവെടുത്ത് കാശുകാരനാവാൻ പറ്റിയ വല്ല കൃഷിയുണ്ടോ സാർ? ഞാൻ മണ്ണിലേക്ക് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. മണ്ണിലേക്ക് മടങ്ങുന്നതന്നെയായിരിക്കും നല്ലത്.